ഇന്ന് ജാസ്മിനും നന്ദനയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി ആ ഒരു ഡേഞ്ചർ കോയിൻ ടാസ്കിന് ശേഷമല്ല അത് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇവരുടെ ഒരു ക്ലാഷ് നടക്കുന്നത്. അതിൽ നന്ദന റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ 2 വഞ്ചിയില് കാല് ചവിട്ടി നിൽക്കരുത് എന്നുള്ളത്. അത് നന്ദന പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ജിൻഡോയ്ക്കൊപ്പം ഡെൻ ടീമിൽ നിന്നുകൊണ്ട് പവർ ടീമിനെതിരെ കട്ടയ്ക്ക് കളിക്കുമ്പോൾ തന്നെ ജാസ്മിൻ പവർ ടീമിനെ ഫേവർ ചെയ്തിരുന്നു. കാരണം ഗബ്രി പവർ ടീമിലാണ്. പിന്നെ ശരണ്യ സിഗരറ്റ് റൂമിൽ ഒളിച്ചിരിക്കുന്നത് ജാസ്മിൻ കണ്ടിരുന്നു. ജാസ്മിൻ അലപ്പറയുണ്ടാക്കി ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ശരണ്യനെ ബിഗ് ബോസ് സിഗരറ്റ് റൂമിൽ നിന്നും ഇറക്കിയാനെ അപ്പൊ തന്നെ. പക്ഷെ ജാസ്മിൻ അതൊരു സീൻ ആക്കിയില്ല. ബിഗ് ബോസും അത് കണ്ടില്ല എന്ന് നടിച്ചു. ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ നന്ദനെ നിൽക്കുകയായിരുന്നു ഇത് കണ്ടോണ്ട്. അതാണ് നന്ദന പറഞ്ഞത് 2 വഞ്ചിയില് കാല് ചവിട്ടി നിൽക്കുന്നു എന്ന. കുറെ നേരം ഇവരുടെ ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു ലൈവില്. എപ്പിസോഡിലും അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കലവില 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 എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു എന്താ പറയാ ചെവി അടിച്ചു പോകുന്ന മാതിരി വഴക്കായിരുന്നു. അസഹനീയം എന്ന് നിസ്സംശയം പറയാം. പക്ഷെ ജാസ്മിൻ ശാന്തമായി കഴിഞ്ഞിട്ട് നന്ദനയോട് പറഞ്ഞത് എന്റെ കണ്ണിൽ ഇരുട്ട് കയറി, ഞാനൊന്നും കണ്ടില്ല എന്നാണ്. അത് നന്ദനയെ സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല. ലൈവ് കണ്ടവർക്കറിയാം ഇത് പറഞ്ഞാണ് രണ്ടാമതും ഇവര് തമ്മിൽ ഒരു ക്ലാഷ് വരുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജാസ്മിൻ ഗബ്രിയെ ഫേവർ ചെയ്ത് പവർ ടീം ജയിക്കാൻ വേണ്ടി കളിച്ചു. സ്വന്തം ടീമിന് വേണ്ടി കളിക്കാൻ ജാസ്മിന് മനസ്സുണ്ടായില്ല. കാരണം ജിൻഡോ കാക്കയുടെ ഒപ്പം പവർ ടീമിൽ കയറുന്നത് ജാസ്മിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് വലിയൊരു സത്യം ജാസ്മിൻ കണ്ടില്ല എന്ന് നടിച്ചത്. ശരണ്യ എവിടെ എന്ന് ജാസ്മിൻ ചോദിക്കുന്നത് എപ്പിസോഡിൽ കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചു തരുന്നുണ്ട്. സീക്രട്ട് റൂമിന്റെ വശത്തോട്ട് നടന്നു പോകുമ്പോഴാണ് ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നതും അതും കൃത്യമായിട്ട് തന്നെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. നന്ദനെ അവിടെ നിൽക്കുന്നതും ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. പക്ഷെ കണ്ണിൽ ഇരുട്ട് കയറിയതാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കണേ ഗൈസ്.